ഹായ് ഡിയേഴ്സ്, ഇന്ന് എൻ്റെ കയ്യിലുള്ള പഴയ ഒരു പാൻറ്റാണ്. ഫുൾ വേസ്റ്റ് ഞാൻ ഇലാസ്റ്റിക് ഇട്ടേക്കണം. കണ്ടില്ലേ, പഴയ ഒരു പാൻറ്റായിരുന്നത്. ഇതെങ്ങനെ ഫ്രണ്ടിൽ ബാൻഡും ബാക്കിൽ ഇലാസ്റ്റിക്കും ആയിട്ട് കൺവെർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ റെഡിമെയ്ഡ് പാൻറ്റുകളെല്ലാം അങ്ങനെയല്ലേ കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് കംപ്ലീറ്റ് ഇതിൻ്റെ ഇലാസ്റ്റിക് ഇതേപോലെ ഊരിയെടുത്തായിരുന്നു. നമുക്ക് വേണമെങ്കിൽ പുതിയതിൽ ചെയ്യാട്ടോ, പക്ഷേ ഞാനിത് കൺവെർട്ട് ചെയ്യണത് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇലാസ്റ്റിക് നമുക്കിത് ഇതേപോലെ ഊരിയെടുക്കണം. നമുക്ക് ശരിക്കും സൈഡ് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ അങ്ങനെയല്ല, ഞാൻ തേച്ച് വൃത്തിയാക്കിയിട്ടൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ അതേ ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് തേച്ചത് വൃത്തിയാക്കി എടുക്കാം. ഫുള്ളായിട്ട് ഞാനിത് ഓപ്പൺ ചെയ്യുന്നില്ല. അതിൻ്റെ ആ ഉള്ളിലുള്ളൊരു കുഞ്ഞു മടക്കുണ്ടാവുമല്ലോ നമ്മൾ മടക്കി അടിക്കുമ്പോൾ, അതൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾക്ക് എത്ര അളവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണോ നമ്മൾ പാൻറ് ഇടുന്നത് ആ അളവിൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ എനിക്കിവിടെ 16 ഇഞ്ചാണ് അതിൻ്റെ ഹാഫ് കിട്ടിയിരിക്കുന്നത്. ആ 16 ഇഞ്ച് രണ്ടാക്കിയിട്ട് സെൻറ്റർ ഭാഗത്തുനിന്ന് രണ്ട് ഭാഗത്തോട്ടും 8 ഇഞ്ച് 16ൻ്റെ ഹാഫ് 8 ഇഞ്ച് വെച്ചിട്ട് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ട് ആ ഭാഗം നമുക്ക് നല്ല രീതിയിൽ തയ്ച്ചെടുക്കണം. അതിനുശേഷം ഒരു 2 ഇഞ്ച് എക്സ്ട്രാ വിട്ടതിന് ശേഷം ബാക്ക് ഭാഗം ഉണ്ടല്ലോ, അത് ത്രൂ ഔട്ട് നമുക്ക് തയ്ച്ചെടുക്കണം. ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണ് രണ്ട് സൈഡിലും ഇതേപോലെ 2 ഇഞ്ച് വെച്ചിട്ട് വിട്ട് കളയണത്. അപ്പോൾ നമ്മൾ അടിച്ചു വരുമ്പോൾ ഇതേപോലെ ഡബിൾ അടിപ്പിട്ടിട്ട് വേണം കേട്ടോ ഈ ഭാഗങ്ങൾ നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഇലാസ്റ്റിക് കയറ്റേണ്ട ഭാഗം വരുമ്പോൾ അവിടെ വിട്ട് നിർത്തിയിട്ട് ബാക്കിയുള്ള ഭാഗം ഇതേപോലെ ത്രൂ ഔട്ടായിട്ട് അടിച്ചു കൊടുക്കുക. അതേ കണ്ടില്ലേ, ഇവിടെ വീഡിയോയിൽ കാണുന്ന പോലെ ഇരിക്കും. അതിനുശേഷം അടിച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതേപോലെ കണ്ടില്ലേ, 2 ഗ്യാപ്പ് ഉണ്ടാവും ഇലാസ്റ്റിക്കുകൾ ഇടാൻ വേണ്ടിയിട്ട്. എന്നതിന് ശേഷം ഈ ഇലാസ്റ്റിക്കിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെയാണോ നമ്മളുടെ പാൻറ് ഇടുന്നത് ആ സ്ഥലത്തിൻ്റെ ഹാഫ് ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ 16 കിട്ടണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് ഞാൻ 15 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് കുറച്ചിട്ടില്ല, കാരണം നമുക്ക് അര ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പൊക്കെ കളഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റ് 14 ഇഞ്ചിൻ്റെ അടുത്ത് എത്തും. ശരിക്കും 2 ഇഞ്ച് കുറക്കണമെന്നാണല്ലോ പറയണത്. എന്നിട്ട് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടി കയറ്റിയതിന് ശേഷം ഈ ഭാഗത്ത് ഫ്രണ്ട് സൈഡിലേക്കുള്ള ഭാഗത്തേക്ക് ഇതേപോലെ നമുക്ക് പിൻ ചെയ്ത് വെക്കാം. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ തന്നെ എടുത്തതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അവിടെയും ഇതേപോലെ തന്നെ നമുക്ക് പിൻ ചെയ്ത് വെക്കാം. പിൻ ചെയ്ത് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ അത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇലാസ്റ്റിക് ആണല്ലോ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ പിടിച്ചാൽ കിട്ടിയെന്ന് വരില്ല. അതിനുശേഷം അവിടെ ഒരു ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പും പിന്നെ ആ ഇലാസ്റ്റിക് നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കറക്റ്റായിട്ട് അവിടെ തന്നെ നമുക്ക് ബന്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുശേഷം ബാലൻസ് തന്നെ ആ ഭാഗം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ വിട്ട് കളഞ്ഞ ആ ഭാഗം, അവിടെയും ഇതേപോലെ തന്നെ ഇലാസ്റ്റിക് തൊടാതെ തന്നെ നമ്മൾ അടിക്കുക. ഇത് ഇലാസ്റ്റിക് നമ്മൾ ഒരു അര ഇഞ്ച് മുന്നിലേക്ക് കയറ്റി വെച്ചിട്ട് വേണം കേട്ടോ ഈ ഇലാസ്റ്റിക് നമുക്ക് അവിടെ അടിച്ചു പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് പിന്നൂരിയിട്ട് നമുക്ക് ഇലാസ്റ്റിക് അടിച്ചു പിടിപ്പിക്കാം. അപ്പോൾ അവിടെ ആ ഭാഗത്ത് കറക്റ്റായിട്ട് ആ ഇലാസ്റ്റിക് ഇരുന്നോളൂ, നല്ല കറക്റ്റായിട്ട് ഇരുന്നോളൂ. ഡബിൾ അടിപ്പ് അടിക്കാൻ മറക്കരുതിട്ടാ. ഡബിൾ അടിപ്പോ ട്രിപ്പിൾ അടിപ്പൊക്കെ വേണമെങ്കിൽ അടിച്ചോ, ഇലാസ്റ്റിക് കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് ഇപ്പോൾ ഇലാസ്റ്റിക്കിൽ തൊടാതെ തന്നെ അവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കൈ കൊണ്ട് ഇതേപോലെ നല്ലോണം ഒന്ന് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഫ്രില്ല് എല്ലായിടത്തേക്കും സ്പ്രെഡ് ആയിക്കോളും. അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കൂടി ഒരു അടിച്ചു കൊടുക്കണം, ഇലാസ്റ്റിക് തിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ വലിച്ചു പിടിച്ചതിന് ശേഷം അടിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. അല്ലെങ്കിൽ ഇലാസ്റ്റിക് അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ അടിപ്പ് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. നല്ല വലിച്ചു പിടിച്ചിട്ട് തന്നെ അടിച്ചു കൊടുക്കുക. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇതേപോലെ ഫുൾ ഇലാസ്റ്റിക് ഇട്ട് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഇതേപോലെ അഴിച്ചെടുത്തിട്ട് ശരിയാക്കിക്കോട്ടെ, അടിപൊളിയായിരിക്കുള്ളൂ. അപ്പോൾ അതേ ഇവിടെ നമ്മുടെ പലാസോ പാൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഫുള്ളായിട്ട് ഞാൻ ഇലാസ്റ്റിക് വെച്ചിരുന്നത് ഇപ്പം നമ്മളുടെ ഇപ്പോഴത്തെ മോഡലായിട്ടുള്ള ഫ്രണ്ട് ബാൻഡും സൈഡിൽ ഇലാസ്റ്റിക്കും ആയിട്ടുള്ള സംഭവം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് ഇടുമ്പോൾ ലൂസാണെങ്കിൽ ആ സൈഡിൽ അടിപ്പ് അടിച്ചതിന് ശേഷം ഇലാസ്റ്റിക് ഇങ്ങോട്ട് കയറ്റി കൊടുക്കുക. ഫ്രണ്ടിലേക്ക് ഇങ്ങോട്ട് കയറ്റി കൊടുത്തതിന് ശേഷം നമ്മളവിടെ അടിച്ച് ഫിറ്റാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫിറ്റായിട്ട് ഇട്ട്, നമ്മളിപ്പോൾ കറക്റ്റായിട്ട് അളവെടുത്തിട്ടാണ് ചെയ്തത്, എന്നാലും ഇട്ട് കഴിയുമ്പോൾ ഇനി ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം കേട്ടോ. ഫ്രണ്ടിൽ ബാൻഡ് ഇപ്പോൾ 16 ഇഞ്ചിൽ എടുത്തത്, നമുക്ക് അത്രയും വേണ്ട, ഒരു 14 മതിയെങ്കിൽ 7 വെച്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഫ്രണ്ടിലെ ബാൻഡ് നമുക്ക് ചെറുതാക്കി എടുക്കാം. അപ്പോൾ ഇനി ബാലൻസ് ഉള്ള ഇതിൻ്റെ എങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യണമെന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതേപോലെ ഒരു ദിവസമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇറ്റ്സ് മൈൻ ബൈ ഷാലിമ.